അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, മുഹിബീങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ശരീരത്തിൽ നല്ല ആരോഗ്യവും ശരീരത്തിനക്ക് നല്ല ആരോഗ്യവും മനസ്സിനക്ക് നല്ല സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു തആല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഒരുപാട് മുടങ്ങാതെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്, പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. പല സംശയങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും ഒരുപാട് ആൾക്കാർ അറിവുകൾ ചോദിച്ച് പഠിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു നാഫിയ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാർ, മാതാപിതാക്കൾ കുട്ടികളോട് മക്കളോട് പറയാൻ വേണ്ടി പാടില്ലാത്ത 10 കാര്യം. ഒന്നാമത്തെ കാര്യം, അവനെ കണ്ടു പഠിക്കൂ. അങ്ങനെ പറയരുത്. താരതമ്യപ്പെടുത്തി പറയുന്നത് കുട്ടികൾ ഒരിക്കലും ഇഷ്ടപ്പെടൂല. നമ്മളാണെങ്കിലും വലിയവരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവനെ കണ്ടുപഠിക്കും അല്ലെങ്കിൽ അവളെ കണ്ടുപഠിക്കും. അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂല. രണ്ടാമത്തത്, മനസ്സിലാകുന്നുണ്ടല്ലോ, ഒരു കുട്ടി പഠിച്ചു അല്ലെങ്കിൽ പഠിക്കാത്ത ചില കുട്ടികളാണ്. അവനെ കണ്ടുപഠിക്കൂ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു ബേജാറാവും. അവിടെ പറയേണ്ട വാക്കുണ്ട്, പറയാം. രണ്ടാമത്തത്, നീ ഒരു കാലത്തും നന്നാവൂല, ഗുണം പിടിക്കൂല. നീ ജനിച്ചതിൽ മുതൽക്ക് തുടങ്ങി എൻ്റെ കഷ്ടപ്പാടും എന്ന് ഒരിക്കലും ഉമ്മമാരെ ഉപ്പമാരെ മക്കളോട് അങ്ങനെ പറയരുത്. ഞാൻ ഓടിച്ച് പറയുകയാണ്. മൂന്നാമത്തെ കാര്യം, കളിയാക്കരുത്. കുടുംബത്തിൻ്റെ മുമ്പിലിട്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിലിട്ട് അല്ലെങ്കിൽ ഉസ്താദിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് മക്കളെ കളിയാക്കരുത്. അതവൻ്റെ മനസ്സിനിക്ക് എന്തെന്നില്ലാത്ത, ആ കുട്ടിൻ്റെ മനസ്സിനിക്ക് എന്തെന്നില്ലാത്ത ഒരു വേദന ഉണ്ടാവും. നാലാമത്തത്, നീ കാരണമാണ്. അങ്ങനെ പറയാം. ചെറിയൊരു കാര്യം ചെയ്തപ്പോൾ തന്നെ കുറ്റപ്പെടുത്തിയതാ. ഉസ്താദ് മാർക്കിട്ടത് അല്ലെങ്കിൽ ടീച്ചർ മാർക്കിട്ടത് 10ൽ 10 മാർക്കാണ്. ഈ കുട്ടി കൊണ്ട് വന്നിട്ട് പറഞ്ഞു, യാ ഉമ്മ, എനിക്കിതാ ഇന്ന് 9 മാർക്ക് കിട്ടീനി. അപ്പൊ 1 മാർക്ക് നീ കളഞ്ഞല്ലേ? അവനെന്തേ 10 കിട്ടിയിട്ടുണ്ടല്ലോ. ഒരു സമാധാനത്തിന്റെ വാക്ക് പോലും കുട്ടിയോട് പറഞ്ഞില്ല. അങ്ങനെ പറയരുതേ. നീ കാരണമാണ്, നീ കളഞ്ഞല്ലേ, ചെറിയൊരു കാര്യം സംഭവിച്ചപ്പോൾ തന്നെ. അഞ്ചാമത്തെ കാര്യം, നമ്മൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഉമ്മമാർ ഉപ്പമാർ വഴക്കുണ്ടാക്കുന്ന, തമ്മിൽ പിണങ്ങുന്നതായ സംസാരങ്ങളോ അല്ലെങ്കിൽ വാക്കുകളോ കുട്ടികളോട് പാടില്ല. ആ സമയത്ത് പിണങ്ങാനോ വഴക്കുണ്ടാക്കാനോ പാടുള്ളതല്ല. ഇത് കുട്ടികൾ അവരുടെ സ്വഭാവം മോശമാവാൻ കാരണമാകും. ആറാമത്തത്, കുട്ടിയോട് പറയാം, ഒരു കാര്യം, ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറയുന്ന അവസരത്തിൽ നീ ആരാണ് തീരുമാനിക്കാൻ? നീ ആരാണ്? തീരുമാനിക്കേണ്ടത് ഞാനല്ലേ എന്ന് കുട്ടിയോട് പറയരുത്. കുട്ടിക്ക് അറിയിക്കുന്നതായ പരിഗണന നമ്മൾ കൊടുക്കണം. അവൻ്റെ അഭിപ്രായം എന്താണ്? കുട്ടിയോട് അങ്ങനെ പറയരുത്. ഏഴാമത്തത്, കുട്ടികളുടെ മുമ്പിൽ ഗൈബത്തോ നമീമത്തോ ഫസാദോ ഏഷണിയോ പരദൂഷണമോ അതെല്ലാം ഒഴിവാക്കുക. മറ്റുള്ളവരെ ഏഷണി പറയാ, മറ്റുള്ളവരെ ഗൈബത്ത് പറയാ. കുടുംബത്തിൻ്റെ മുമ്പിലിരുന്ന് ഒരു സദസ്സിലിരുന്ന് ആ കുട്ടി ഇതിനെ കേൾക്കുന്നുണ്ട്. കുട്ടിൻ്റെ സ്വഭാവം മാറാൻ ചിലപ്പോൾ കാരണമാകും. എട്ടാമത്തെ കാര്യം, ഞാൻ ഇവിടെയില്ല എന്ന് പറയാം. ഞാൻ ഇവിടെയില്ല.
അധികവും നമ്മളെ വീട്ടിലേക്ക് പിരിവോ മറ്റോ എന്തോ കാര്യങ്ങൾ ആരെങ്കിലും വരുന്ന അവസരത്തിൽ കുട്ടിയോട് പറഞ്ഞു ഉപ്പ ഇവിടെ ഇല്ല എന്ന് പറയണം. അപ്പൊ കുട്ടി വിചാരിക്കുന്നു എന്ത്, നുണ പറയുന്നത്, കളവ് പറയുന്നത് ഒരു പ്രശ്നമേ ഇല്ല. അപ്പൊ കുട്ടികളോട് ആ കാര്യം പറയരുത്. ഞാൻ ഇവിടെ ഇല്ല എന്ന് ഉണ്ടായിട്ട് തന്നെ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയാം. ആരെങ്കിലും ചോദിച്ചാൽ അത് ഒരിക്കലും പറയരുത്. ഒമ്പതാമത്തത്, എട്ടാമത്തെ കാര്യം പറഞ്ഞില്ല, ഒമ്പതാമത്തെ പ്രത്യേകിച്ചിട്ടും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, മദ്രസയിൽ പഠിക്കുന്നുണ്ട്, മറ്റുള്ള സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. കുട്ടികളോട് ജയിച്ചാൽ പറയാ, അതായത് വാഗ്ദാനം കഴിയുന്ന കാര്യത്തിൽ മാത്രമേ ഉമ്മമാരെ ഉപ്പമാരെ വാഗ്ദാനം ചെയ്യും. നീ പഠിച്ചാൽ നിനക്ക് ഞാൻ സൈക്കിള് തരാം, നീ പഠിച്ചിട്ട് നല്ല മാർക്ക് എടുത്താൽ നിനക്ക് മൊബൈല് തരാം. ഇങ്ങനെ വാഗ്ദാനം ചെയ്തിട്ട് ലംഘിക്കുന്നവരുണ്ടാവും. അത് ഒരിക്കലും പറ്റൂല. വാഗ്ദാനം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഉറപ്പുള്ള സാധനത്തിൽ മാത്രമേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റൂ. പക്ഷേ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ കുറ്റക്കാരനാവും. മാത്രമല്ല ഈ കുട്ടി പഠിക്കുന്ന വിഷയത്തിൽ ചിലപ്പോൾ പിന്നോട്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിയാത്ത കാര്യത്തിൽ നിങ്ങൾ വാഗ്ദാനം ചെയ്യരുത്. നീ പഠിക്ക്, ഞാൻ ഇന്നാലെന്ന് എടുത്തു തരാം. പക്ഷേ കുട്ടി പഠിച്ചു, പക്ഷെ എടുത്തു കൊടുക്കാൻ വേണ്ടി സൗകര്യം കിട്ടില്ല. പക്ഷേ കുട്ടിക്ക് അതാ പഠനത്തിൽ അതാ പിന്നോട്ട് വരാൻ ചിലപ്പോൾ ഇത് കാരണമായി തീരും. ഉറപ്പില്ലാത്ത കാര്യം അങ്ങനെ വാഗ്ദാനം ചെയ്യരുത്. ഒമ്പതാമത്തെ കാര്യം അതാണ് പറഞ്ഞത്. പത്താമത്തെ കാര്യം, തെറ്റുകൾ സ്വയം തെറ്റുകൾ കാണുന്നതായ അവസരത്തിൽ ഇത് എൻ്റെ തെറ്റാണെന്ന് ന്യായീകരിക്കാതിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ വക്കൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു, ഉപ്പാന്റെ വക്കൽ നിന്ന് തെറ്റ് സംഭവിച്ചു, അപ്പോൾ പറയാ ഇതെന്റെ തെറ്റല്ല, നീ ആരാ ചോദിക്കനി. അങ്ങനെ ഒരിക്കലും കുട്ടികളോട് ഈ 10 കാര്യം പറയാനേ പാടില്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾ നന്നാവണം. അല്ലാഹു തആല നമ്മുടെ കുട്ടികളുടെ സ്വഭാവം നന്നാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആലാന്റെ നിയമത്തുകൾക്കുള്ള കൂട്ടത്തിൽ, അല്ലാഹു തആലാന്റെ അനുഗ്രഹങ്ങൾക്കുള്ള കൂട്ടത്തിൽ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കുള്ള കൂട്ടത്തിൽ ഈമാൻ കഴിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമ്മുടെ മക്കൾ. അല്ലാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. നമ്മുടെ ഒരുപാട് മക്കൾ പഠിക്കുന്നുണ്ട്, മുതലിം പഠിക്കുന്നുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസത്തിൽ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. ആ മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ആ തഹജ്ജുദിന്റെ സമയത്ത്, പതിരാ സമയത്ത്, ആരാരുമില്ലാത്ത സമയത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അല്ലാഹ്, എൻ്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ. ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന, എനിക്ക് ഇമാമത്ത് നിൽക്കുന്നതായ മക്കളാക്കണേ അല്ലാ. മക്കൾക്ക് നല്ല നാഫിയാൽമ നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ചും നമ്മുടെ മക്കളെ ദ്വാരപ്പി മറ്റുള്ള ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട ഗസാലിമാമിന്റെ ഉപ്പ എല്ലാ സദസ്സിൽ പോയിട്ടും ഉസ്താദുമാരോടും പണ്ഡിതന്മാരോടും സയ്യിദന്മാരോടും ദ്വാരപ്പിക്കും, എനിക്ക് ആലിമാവാൻ വേണ്ടി പറ്റില്ല, എൻ്റെ മോനെ ഒന്ന് നീ ആലിമാക്കണേ അല്ലാ. ഇമാം ഷാഫി ഇമാം, ഇമാം ബുഖാരി ഇമാം ഉമ്മാന്റെയും ഉപ്പാന്റെയും പ്രാർത്ഥന കൊണ്ടല്ലേ ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തിയത്. അല്ലാഹു തആല നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു സദസ്സിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ്, നമ്മുടെ ഈ സദസ്സ്, ഇൽമിന്റെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യം ചെയ്യുവാൻ അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.